വെളുപ്പ് സമാധാനത്തിന്റെയും കറുപ്പ് അശാന്തിയുടെയും പ്രതീകമായിരിക്കുന്ന കാലത്തോളം, മംഗളകാര്യങ്ങൾക്ക് വെളുത്ത വസ്ത്രങ്ങളും ദുഃഖസൂചകമായി കറുത്ത തൂവാലയും ഉപയോഗിക്കുന്നിടത്തോളം, ബ്ലാക്ക് മണിയും ബ്ലാക്ക് ലിസ്റ്റും ബ്ലാക്ക് മാർക്കും നെഗറ്റീവ് അർത്ഥം കൈയാളുന്ന കാലത്തോളം ജാതീയതയും വംശീയതയും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. നോക്കൂ, എത്ര സമർത്ഥമായാണ് സവർണാധിപത്യം സകലതിനെയും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നത്. ഇന്ത്യൻ ജനസംഖ്യയുടെ ആകെ 27% ഉണ്ടായിട്ടും ഇന്ത്യയിലെ ദളിതരോടുള്ള സമീപനത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകാത്തതിന്റെ പ്രധാന കാരണവും ഇന്ത്യൻ ജനാധിപത്യത്തെ ഈ ജാത്യാധിപത്യം നിയന്ത്രിക്കുന്നത് കൊണ്ടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മതിൽ ചൈനയിലെ വൻമതിലല്ല, അത് ഇന്ത്യയിലെ ജാതി മതിലാണ്. സന്തോഷ ചിക്കാനത്തിന്റെ മാതംഗലീല പറയുന്നതും അതുതന്നെയാണ്. കറുപ്പിനെ അടിച്ചമർത്തിയവരുടെ പോരാട്ടങ്ങൾക്കുമേൽ വെളുപ്പതീശത്തെന്നിടുമ്പോൾ നോവലിലെ സവർണാധിപത്യത്തിന്റെ പ്രതീകം ധാഷ്ട്യത്തോടെ പറയുന്ന ഒരു വാക്കുണ്ട്: ഈ ലോകം ഞങ്ങളുടേതാ തെച്ചോര, ഈ ലോകം വെളുത്തവരുടേതാ. ഇത് കേവലം ഒരു കഥാപാത്രം പറയുന്ന ഒരു വാക്കു മാത്രമല്ല, മറിച്ച് നിങ്ങൾ എങ്ങനെയൊക്കെ തലകുത്തി മറിഞ്ഞാലും മറിച്ചിടാൻ കഴിയാത്ത ഈ ജാതി സിംഹാസനത്തിനു മുകളിൽ ഞങ്ങൾ എല്ലാ കാലവും അമർന്നിരിക്കുമെന്ന ഇന്ത്യൻ സവർണാധിപത്യത്തിന്റെ പ്രഖ്യാപനമാണത്. ഈ ധാഷ്ട്യത്തിനു മുന്നിൽ ഓർമ്മ വരുന്നത് കടമ്മനിട്ടയുടെ വരികൾ മാത്രമാണ്. എല്ലാ കൊട്ടകൊത്തളങ്ങളും ഒരിക്കൽ പുരാവസ്തുക്കളാകും, എല്ലാ ജലപീരങ്കികളും നിശബ്ദമായി തുരുമ്പിക്കും. അന്ന് എല്ലാ സുൽത്താൻമാരും വെളിച്ചം കിട്ടാത്ത ഇരുളറകളിലൂടെ ഒളിച്ചോടും. അന്ന് ഉറക്കച്ചടവില്ലാത്ത ഞങ്ങളുടെ കുട്ടികൾ ഇതെല്ലാം കൗതുകപൂർവ്വം നോക്കിക്കാണും. വായിക്കുക മാതംഗലീല.